ഇവിടെ ഇങ്ങനൊരു പതിവുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. ഈ ഹോസ്റ്റലിൽ എല്ലാവരുടെ ആഘോഷങ്ങളും ഞങ്ങൾ നടത്താറുണ്ട്. ഇവിടെയുള്ളവരെല്ലാം ഒരേ മനസ്സോടെ അതിൽ പങ്കെടുക്കാറുമുണ്ട്. അതാണ് റോസ്മേരി ഹോസ്റ്റലിന്റെ മുഖമുദ്ര. ഞങ്ങള് വന്ന സ്ഥിതിക്ക് കുട്ടികളെ കണ്ടിട്ട് വിഷുക്കൈനീട്ടവും കൊടുത്തിട്ട് പോകാം. അവരെ ഒന്ന് വിളിക്കാമോ? തീർച്ചയായും. വൃന്ദയ്ക്ക് വെളുപ്പിന് ചെറിയൊരു ജലദോഷപ്പനിയുടെ ലക്ഷണം ഉണ്ടായിരുന്നു. റിലീഫായിട്ടുണ്ടാവും. ഞാൻ വിളിക്കാം. അമ്പിളി, ഇവരെ ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോകൂ. തിരുമേനി അവിടെ വിശ്രമിച്ചോളൂ. അപ്പോഴേക്കും ഞാൻ വൃന്ദയും ഫ്രണ്ട്സിനെ അങ്ങോട്ടേക്ക് അയക്കാം. ചെന്നോളൂ. വരുന്നു. വാ മക്കളെ. നിങ്ങളെ 5 പേരെയും ഒരുമിച്ച് കണ്ടപ്പോ വിഷുക്കണി കണ്ട സന്തോഷമായി. അപ്പോ ഞങ്ങൾ 5 പേര് ഒരുമിച്ചുള്ളിടത്ത് വിഷുക്കണി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നല്ല, വിഷുക്കണി നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് മക്കളെ. സന്തോഷം, സമൃദ്ധി, സമാധാനം. ഈ ദിവസം അതിലൊന്നെങ്കിലും അനുഭവിക്കാൻ കഴിഞ്ഞാൽ വിഷുക്കണിക്ക് തുല്യമാവും. അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മുത്തശ്ശനോപ്പോഴും വിഷുക്കണി കണ്ടിട്ടാണോ ഇറങ്ങിയത്? വെളുപ്പിന് 4 മണിക്ക് മുന്നേ കണി കണ്ടു. ഞങ്ങൾ പുറപ്പെടുകയും ചെയ്തു. അല്ല, അനന്യമോൾ എന്നാ തിരിച്ചു വന്നത്? കുറച്ചു ദിവസമായി മുത്തശ്ശ. വീട്ടിൽ ഒരാപത്ത് നടന്നു അല്ലേ? മുത്തശ്ശ, ഇവള് അങ്കിള് വീണ് പരിക്കേറ്റപ്പോ കിടപ്പില്ല. അതെങ്ങനെ മുത്തശ്ശൻ അറിഞ്ഞു? വൃന്ദ പറഞ്ഞായിരുന്നു? ഞാൻ പറഞ്ഞില്ല. വിഷുവിന്റെ മുത്തശ്ശനും ഓപ്പോളും എത്തുന്ന ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷുക്കൈനീട്ടം തന്നിട്ട് പോവാനാ ഞങ്ങൾ ഈ വഴി വന്നത്. മുത്തശ്ശന്റെ വിഷുക്കൈനീട്ടം കിട്ടിട്ടേ ഒത്തിരി കാലായി. ശ്രീദേവി, വിഷുക്കൈനീട്ടം ഇങ്ങോട്ട് എടുക്കുക. എല്ലാവരും നന്നായി വരട്ടെ. മുത്തച്ഛന്റെ വിഷു ആശംസകൾ. മുത്തശ്ശനും ഓപ്പോളിനും ഞങ്ങളുടെയും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്നാ പിന്നെ ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങുക. അല്ല, മുത്തശ്ശനും ഓപ്പോളും ഇപ്പോഴും ഇറങ്ങണോ? ഒരു ക്ഷേത്രത്തിലേക്കുള്ള മാർഗമധ്യയാണ്. ഇറങ്ങുകയാണ് മക്കളെ. വരിക. ശരി ശരി ഓപ്പോളെ. എന്താ മുത്തശ്ശ? മുത്തശ്ശ, എന്താ? ഒന്നുമില്ല, വാ. എല്ലാവരും കണ്ടില്ലേ? കണ്ടു, സന്തോഷമായി. ഇനി ഇറങ്ങുക. മുത്തശ്ശനും ഓപ്പോളും വന്നപ്പോ വൃന്ദയുടെ അസുഖം മാറിയോ?
ഇപ്പൊ കുറച്ച് ആശ്വാസം ഉണ്ട് മാം. നേരം തെറ്റിയുള്ള കുളി ഒഴിവാക്കണം. അപ്പൊ ജലദോഷം വരില്ല. ഇന്ന് വിഷുവായിട്ട് ഞങ്ങൾ എല്ലാരും ഭയങ്കര ഹാപ്പിയാ മാം. മുത്തശ്ശനും ഓപ്പോളും കൂടി വന്നപ്പോ സന്തോഷം ഇരട്ടിയായി. വിഷുവായിട്ട് വിളുമാരുടെ സന്തോഷം കാണാനാണല്ലോ നമ്മുടെ യോഗം. അവരുടെ സന്തോഷം ഇല്ലാതാക്കാനാ നമ്മൾ പ്ലാൻ ചെയ്തത്. ഇപ്പൊ നമ്മുടെ സന്തോഷം ഇല്ലാതായി. മതിയാക്കടി, ഇതൊരു ഗെയിമാ. ഗെയിം ആവുമ്പോ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. മാം, ഈ ആണ്ടത്തെ വിഷു ഞങ്ങൾക്ക് എപ്പോഴത്തെ പോലെ അല്ല, ഭയങ്കര സന്തോഷം തന്നിരിക്കുന്നത്. മാം, ഈ സന്തോഷം ഞങ്ങളൊന്ന് ആഘോഷിച്ചട്ടെ. മാം പ്ലീസ്. ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചോ. ആ, ആഘോഷിക്കുന്നൊക്കെ കൊള്ളാം, ആർക്കും ശല്യം ഉണ്ടാക്കരുത്. കനിക്കൊന്നു പൂത്തു, മഞ്ഞവയിൽ വീണു, വിഷുരാവിൻ പൊൻപ്രഭാതം ഉണർന്നു. ഹൃദയം മുഴുവൻ ഉത്സവമേളം. ഒന്നായി ചിരിക്കാം ഇന്നെല്ലാവർക്കും. വിഷു വന്നു, വിഷു വന്നു, കൈനീട്ടം തായോ, കൈനീട്ടം തായോ, മധുരം നുണയാൻ. വിഷു വന്നു, നമ്മൾ അഞ്ചു സുന്ദരികൾ, അഞ്ചു സൂപ്പർ ഗേൾസ്. It's not just a name, that's a brand whose doubt make it count. We are the queens. We are three roses, three minds, three styles, one destination, full formation. ചെല്ലു ചെല്ലു. പുതിയ പ്രതീക്ഷകൾ, പുതിയ സ്വപ്നങ്ങൾ മനസ്സിൽ ഇറയുന്നു. സന്തോഷത്തിൻ തിരകൾ. വിഷു വന്നു, വിഷു വന്നു, കൈനീട്ടം തായോ, കൈനീട്ടം തായോ, മധുരം നുണയാൻ. വിഷു വന്നു.